നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. അന്തിമഹാകാളൻകാവ് വേല ആഘോഷമാക്കാൻ കാളയും കാളപ്പാട്ടും മറ്റ് കലാപരിപാടികളുമെല്ലാം തയ്യാറാക്കുന്ന തിരക്കിലാണ് തട്ടകമാകെ. ഇക്കൂട്ടത്തിൽ കുറച്ച് അമ്മമാരും നല്ല തിരക്കിലാണ്. മക്കളോടൊപ്പം നൃത്തം പഠിച്ച് വേലയ്ക്ക് വേദി കയറാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണിവർ. ചേലക്കര നടനശ്രീ നൃത്ത വിദ്യാലയത്തിൽ കുട്ടി അമ്മ നർത്തകരുടെ വിശേഷം കാണാം. മുൻപൊക്കെ ആളുകൾക്ക് ഇങ്ങനെ നൃത്തത്തിലേക്ക് കടന്നു വരാൻ ചെറിയ മടി നാട്ടിൻപുറത്തുള്ള ആളുകൾക്കൊക്കെ. പക്ഷെ ഇന്ന് അതിനെല്ലാം വ്യത്യാസമായിക്കൊണ്ട് ഒരു 25ഓളം ഒരു പ്രായമായ ആളുകൾ, ഒരു 40+ ഉള്ള ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. മുൻപ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്ര അധികം പേരുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊക്കെ എല്ലാവർക്കും കലയോടും അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാനൊക്കെ ഉള്ള മടി എല്ലാം ഒന്ന് മാറിയിട്ട് ഇത്രയധികം പേര് വരുന്നുണ്ട്. ഇത്തവണത്തെ നടനശ്രീയുടെ പങ്ങാരപ്പള്ളി ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്തിമഹാകാളൻകാവ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ ഒരു 20ഓളം അമ്മമാരാണ്, അതായത് അമ്മമാർ എന്നവർ പറയാൻ പാടില്ല, എന്നാലും വീട്ടമ്മമാരായിട്ടുള്ള അവരെ അത്രയും ഒരു എഫേർട്ടെല്ലാം എടുത്തുകൊണ്ട് 20ഓളം പേരാണ് ഇത്തവണത്തെ നമ്മുടെ അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് മാർച്ച് 21-ന് അന്തിമഹാകാളൻകാവിൽ ഒരു വേദി അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അത്രയധികം പേര് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൊത്തം ഒരു 55ഓളം 60-നടുത്തുള്ള കുട്ടികളാണ് ഇത്തവണ. നടനശ്രീയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു 60-ലധികം കുട്ടികൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തവണത്തെ അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇവർ വരുമ്പോൾ പഠിക്കാൻ വരുമ്പോൾ അരങ്ങേറ്റം എന്നുള്ളൊരു പ്രോസസ്സ് ഒരു 5 വർഷമാണ്.
ഈ 5 വർഷത്തെ ഒരു പ്രോസസ്സിൽ ഇവരെ എങ്ങനെ തുടർന്ന് കൊണ്ടുപോകും എന്നുള്ളത് അവർക്കറിയില്ല. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു വേദി കിട്ടുക എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിക്കാലത്തൊക്കെ അവർക്കുള്ള മോഹങ്ങളായിരിക്കാം, പഠിക്കുന്ന സമയത്തും സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ അവർക്ക് ചിലപ്പോൾ നടക്കാതെ പോയതായിരിക്കാം. അവർക്കൊരു വേദിയിൽ ഒരു വേഷമണിഞ്ഞ് ഒരു വേദി കിട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് വരുമ്പോൾ എന്നോട് പറയാറ്. അപ്പം ഞാനും പറയാറുണ്ട്, ആഗ്രഹം എന്താണെങ്കിലും അതിനൊരു പ്രായം തടസ്സമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് തരാം, നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത്രയധികം പേര് ഇത്തവണ ഒരു പെർഫോമൻസിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ എഫേർട്ടിൽ തന്നെയാണ് ഈ അമ്മമാരെയും പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർ പാഷനേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇവർ നൃത്തത്തോട് വളരെ അഭിനിവേശത്തോടെയാണ്. നമുക്കറിയാം, ഈ വരുന്ന എല്ലാവരും ജോലിക്കാരാണ്. ജോലി ഇല്ലാത്തവരാണ് വീട്ടിൽ അത്രയധികം പണിയുള്ളവരുമായിരിക്കും. ഒരു മേക്കപ്പ് നേഴ്സായിട്ടുള്ള ഫീൽഡിൽ നിന്ന് വരുന്നവരുണ്ട്, ടീച്ചർമാരായിട്ടുള്ളവരുണ്ട്, അതുപോലെ അല്ലാത്ത ജോലികളുള്ളവരുണ്ട്, ഒട്ടനവധി ജോലിക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇവരെല്ലാം അവരുടേതായ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തുകൊണ്ടാണ് ഒരു സമയം. അതും നമുക്കറിയാം, വൈകുന്നേരം ഒരു 4:30-ക്ക് ശേഷമാണ് ഇവരുടെ ക്ലാസ് പ്രാക്ടീസൊക്കെ വരുന്നത്. അതിനുശേഷം ഇവർ വീട്ടിലെത്തുന്നത് 7:30 മണി 8 മണിക്കായിരിക്കാം. സോ ഇവരെ പോലെ തന്നെ ഇവരുടെ വീട്ടുകാരും അത്രയധികം എഫേർട്ട് എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരോട് അത്രയധികം സഹകരിച്ചിട്ടാണ് പോകണ്ടാവുക. അപ്പോൾ അവർക്ക് അത്രയധികം എഫേർട്ട് എടുത്തിട്ട് വരുമ്പോൾ അതിൻ്റെ 100% വളരെ സിൻസിയറായിട്ട് ഞാൻ പറയാം, ഞാൻ വർഷം കുറേ ഈ അധ്യാപന ഫീൽഡിലുള്ളത്, അവരുടെ 100-ൽ 110% നൽകിക്കൊണ്ടാണ് അവർ ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്നതും അവരോട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സ്ഥാപനമാണിത് നടനശ്രീ എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നത് ഞങ്ങളുടെ ടീച്ചർക്കാണ്, കലാമണ്ഡലം പ്രസന്ന ടീച്ചർ. ടീച്ചർ ഒരുപാട് ഞങ്ങൾക്കറിയാം ഞങ്ങളെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. കാരണം നമുക്ക് കുട്ടികൾ പഠിച്ചെടുക്കണ പോലെ പെട്ടെന്ന് ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ പോലും നമുക്ക് അതിനോടുള്ള ഒരു ഡാൻസ് എന്ന് പറയുന്ന ഒരു മേഖലയോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ ഈ വരുന്നതും. വീട്ടിലാണെങ്കിലും ഒരുപാട് പണികളും, നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, ഒരുപാട് സഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരിക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലോകമാണ്. ടീച്ചറാണെങ്കിലും അത്രയും നമ്മളെ കെയർ ചെയ്ത് കുഞ്ഞു കുട്ടികളെ നമ്മൾ കൈയും കാലൊക്കെ പിടിപ്പിച്ചത് അങ്ങനെ വയ്ക്കൂ ഇങ്ങനെ വയ്ക്കൂ എന്ന് പറയണ പോലെ അത്രയും ഫ്രീ ആയിട്ടാണ് ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു തരിക. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി ടീച്ചറോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഒരു 4-5 വർഷമായി പഠിക്കുന്നു. അരങ്ങേറ്റം എന്ന് വെച്ചാൽ നമ്മൾ അരങ്ങേറ്റം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ പോലും ഒരു വേദി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞാൽ ടീച്ചർ ഓക്കെയാണ്, ഏത് വേദി ആയാലും നമുക്ക് വേണ്ടിയിട്ട് എത്രയോ ആൾ ബുദ്ധിമുട്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ട് ടീച്ചർ അത്രയും ഓക്കെയാണ്. നമുക്ക് സ്റ്റേജ് കിട്ടാനുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. സാധാരണ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ അങ്ങനെ നമ്മൾ ഇത്ര വർഷം പഠിച്ചാലും ഒരുപാട് കുട്ടികൾ അരങ്ങേറ്റം കഴിഞ്ഞവർ തന്നെ നമുക്കൊരു വേദി കിട്ടാതിരിക്കുന്ന ഒരുപാട് ഡാൻസ് ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മളൊരു അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയാണോ അതോ അത് ചെറിയ കുട്ടിയാണോ അങ്ങനെ ഒന്നുമല്ല, എല്ലാവരെയും ഒരേപോലെ നിർത്തി. ടീച്ചർ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 6 തൊട്ട് 60 വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഒരു പ്രായത്തിലുള്ള അമ്മമാരും കുട്ടികളും എല്ലാവരും പഠിക്കുന്ന ഒരു ഡാൻസ് ക്ലാസ്സാണ് നമ്മുടേത്.
എൻ്റെ മകളെ ചേർത്താൻ വേണ്ടിയിട്ടാണ് 2-3 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നത്. അവൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവളെ ചേർത്താൻ വന്നപ്പോഴാണ് സീനിയർ ബാച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 10-14 വർഷം മുമ്പ് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ വേദിയിലൊന്നും അങ്ങനെ കളിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ടീച്ചർ അത്രയും സപ്പോർട്ടും തന്നു, ചേർന്നോളാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ സപ്പോർട്ട് കൊണ്ടും പിന്നെ വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, സീനിയേഴ്സ് കുറേ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോളുടെ ഒപ്പം അങ്ങനെ ചേർന്നതാണ്. എനിക്ക് നൃത്തത്തിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽക്ക്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല, അതാണ് പഠിക്കാൻ പറ്റാതിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞാൽ വലിയ ഇതില്ലെങ്കിലും പുറത്തേക്കൊന്നും വിടാത്ത അങ്ങനത്തെ ഒരു കുടുംബമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം പോകാനൊന്നും പറ്റിയില്ല പഠിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചേലക്കര കല്യാണം കഴിച്ച് കൊടുന്നതിന് ശേഷം അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് നടനശ്രീനെ കുറിച്ച്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആരെയും പരിചയമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ ടീച്ചർക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇട്ടു. ടീച്ചർ അത് തിരക്കൊണ്ടായിരിക്കാം കേട്ടിട്ടുണ്ടാവില്ല. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ടീച്ചറെ, ഞാൻ എന്താ ചെയ്യുക ചോദിച്ചിട്ട്. പിന്നെ ടീച്ചർ അത് അറ്റൻഡ് ചെയ്തു. കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കാം, ആഗ്രഹമാണ് ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടല്ലോ, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. അപ്പോൾ അങ്ങനെ വന്ന് ചേർന്നാണ്. പിന്നെ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പെട്ടെന്ന് വഴങ്ങും, നമുക്ക് വഴങ്ങില്ല, ഇത്രയും പ്രായമായതല്ലേ. പക്ഷെ അതിനേക്കാൾ ടീച്ചർ നല്ല സപ്പോർട്ടാണ്. എൻ്റെ പേര് ലക്ഷ്മിപ്രിയ എന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. എന്നെ ചേർക്കാൻ വന്നതാണ് അമ്മ. ഇപ്പോൾ അമ്മയും ചേർന്നു, അമ്മയും കളിക്കണം എൻ്റെ കൂടെ.